വൺസ് അഗൈൻ സുൽത്താൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സിനിമ ലാലട്ടൻ ഫ്രം കൊറിയൻ. യെസ്, ഡോൺലിയുടെ ഒരു പെട്ട സിനിമ. ഡോൺലിയുടെ ആക്ഷനും കോമഡിയും മാസും എല്ലാം ചേർന്ന് 2022 പുറത്തിറങ്ങിയ കോമഡി ക്രൈം ത്രില്ലർ മെൻ ഓഫ് പ്ലാസ്റ്റിക് എന്ന കൊറിയൻ സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സിനിമയിൽ ഒരു വ്യത്യസ്ത ഡോൺലി കാസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. കാരണം 100 പേര് വന്നാൽ അവരെല്ലാം ഇടിച്ചിരുന്ന ഡോൺലി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഡോൺലി സിനിമ. പിന്നെ മാമന്റെ സിനിമകളെല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാം വെടിക്കെട്ട് സിനിമകളാണ്. പിന്നെ ഡോൺലി എന്ന മാമൻ എന്ന പേരും കേരളത്തിൽ ഇത്രയും പ്രശസ്തമാക്കിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എല്ലാ സ്വത്തുകുട്ടികളുടെയും തലവൻ ഒരു കഥ സൊല്ലട്ടെ മാസ്റ്റർ അനൂപ് ബ്രോയെ ഈ നിമിഷം ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ഇനി ഈ സിനിമ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന ഡോൺലി, പക്ഷെ എത്ര കോടി രൂപയുടെ ബിസിനസ് വേണമെങ്കിലും തുടങ്ങാനുള്ള കഴിവും ധൈര്യവും ബന്ധങ്ങളൊക്കെ ഡോൺലിക്കുണ്ട്. അതെല്ലാം വെച്ച് ഒരു പ്ലാസ്റ്റിക് സർജറി ഹോസ്പിറ്റൽ തന്നെ മാമൻ തുടങ്ങും. പിന്നെ അവിടെ നടക്കുന്ന കുറ്റങ്ങളും തെറ്റിദ്ധാരണയും ചതിയും ഒക്കെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോൺലിയുടെ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല, അടിപൊളി മേക്കോവറാണ്. ഒരു നിമിഷം പോലും ബോറടിക്കാതെ അവസാനം വരെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു കോമഡി ത്രില്ലർ സിനിമയാണിത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരും. കുറെ നാളുകളായി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് എഴുതാനോ ലാപ്പ് തുറക്കാനോ എന്തിനും സിനിമ കാണാൻ പോലും പറ്റാത്ത അത്ര തിരക്കായി പോയി. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ആൾക്കാർ കാണുമെന്ന് എനിക്കറിയില്ല. കുറെ നാളുകളായതുകൊണ്ട് തന്നെ ഈ വീഡിയോന് എത്ര ആളുകൾ യൂട്യൂബ് എത്തിക്കുമെന്ന് അതും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം ഒരു നാൾ ശരിയാകും എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ പോകുന്നു. ഇപ്പോഴും തിരക്കിലാണ്. എന്നാലും ദൈവം സഹായിച്ചാൽ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ഒന്നേ പറയാനുള്ളൂ, എന്നായിരുന്നാലും എത്ര താമസിച്ചാലും അടിപൊളി സിനിമകളായി ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരെല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ സിനിമയെ മനസ്സുകൊണ്ട് കാണാം. തുടക്കത്തിൽ തന്നെ ഒരു സിറ്റിയിലൂടെ തലയിൽ ചുവല കളർ ഓടിച്ച് വട്ടത്തൊപ്പിയും വെച്ച് പച്ചക്കുതിര ഗ്ലാസും വെച്ച് ആർത്തുല്ലസ്റ്റ് പോവുകയാണ് നമ്മുടെ ഹീറോ ഡോൺലി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹീറോയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പക്ഷെ കുറെ കണക്ഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ ഹീറോയുടെ ഒരു ഫ്രണ്ട് വന്ന് കുറച്ച് ജർമ്മൻ മെഡിസിൻസ് എങ്ങനെയും വിറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിനെന്താടാ കുട്ടാ, ഞാൻ സെറ്റാക്കി തരാമെന്ന് ഹീറോ പറയും. ഹീറോയ്ക്ക് ഒരു ഗാങ്സ്റ്റർ ഫ്രണ്ട് ഉണ്ട്. പണ്ട് തൊട്ട് ഇവർ തമ്മിൽ നല്ല കൂട്ടാണ്. അപ്പൊ അവിടേക്ക് ഈ ഗാങ്സ്റ്റർ ഫ്രണ്ട് വരും. ഡോൺലിയുടെ ഫ്രണ്ടും നാട്ടിലുള്ളതും കുഞ്ഞിലെ അറിയാവുന്നതും ആയതുകൊണ്ട് തന്നെ അത്രയും വലിയ ഗാങ്സ്റ്ററിന് ഡോൺലി വലിയ വിലയൊന്നും കൊടുക്കില്ല. ഗാങ്സ്റ്റർ അവിടെ വരുമ്പോൾ തന്നെ മറ്റേ ഫ്രണ്ട് മെഡിസിൻ വിറ്റ് കൊടുക്കാൻ പറഞ്ഞല്ലോ, അത് ഗാങ്സ്റ്ററിന്റെ തലയിൽ വെച്ച് നീ വേണം ഇതിന് വിറ്റ് കൊടുക്കാനെന്ന് പറഞ്ഞ് അയാൾക്കിട്ട് പണി കൊടുക്കും. എന്നാൽ ഈ ഗാങ്സ്റ്റർ ഡോൺലിയോട് മറുത്തൊന്നും പറയില്ല. പക്ഷെ സത്യത്തിൽ ഹീറോയെ കാണാൻ വേണ്ടി ഗാങ്സ്റ്റർ വന്നതല്ല, വേറെ കുറച്ച് ഡോക്ടേഴ്സുമായി എന്തോ ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതിലൊരു പ്രശസ്തനായ ജാങ് എന്ന ഡോക്ടറും പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്. ഈ മെഡിസിൻ ഫ്രണ്ട് പ്ലാസ്റ്റിക് ഡോക്ടറിനെ കണ്ട് ഇയാൾ ഫേമസ് ആയ ഒരു പ്ലാസ്റ്റിക് സർജനാണ്, അയാളെ കുറിച്ച് പല ന്യൂസും കേട്ടിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മാമൻ എന്തോ ഒരു ഡൗട്ട് വരും, ഗാങ്സ്റ്ററും ഡോക്ടറും തമ്മിൽ എന്താ ഇടപാടുന്നതൊക്കെ. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും ഹീറോ മനസ്സിൽ തീരുമാനിച്ച് അന്ന് രാത്രി ഗാങ്സ്റ്ററും ഡോക്ടറും ഒരു ബാറിൽ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ ഡോൺലി കയറി വരും. ഇവർക്ക് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് മീജോങ് എന്ന ഈ പെണ്ണാണ്. സോ ഈ പെണ്ണ് വന്ന് അവരെ ശല്യം ചെയ്യാൻ കയറിയ ഹീറോനെ മെല്ലെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. ഇനിയിപ്പോ അവർ വഴി അല്ലെങ്കിൽ ഇവള് വഴി, എന്തായാലും നമുക്ക് കാര്യം അറിഞ്ഞാൽ മതിയല്ലോ എന്നാണ് മാമന്റെ ചിന്ത. മീജോങ്ങിനോട് അവർ തമ്മിൽ എന്താ കണക്ഷൻ എന്ന് ഹീറോ ചോദിക്കും. സംഭവം പ്ലാസ്റ്റിക് ഡോക്ടറുടെ ലൈസൻസ് കൊറിയൻ മെഡിക്കൽ ബോർഡ് ക്യാൻസൽ ചെയ്തിരിക്കുവാണ്. അതുകൊണ്ട് എന്തായാലും ഇപ്പൊ പുള്ളിക്ക് ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കിയ ജാങ് ഡോക്ടറും ഗാങ്സ്റ്ററും കൂടി അവർക്ക് വരുന്ന സർജറി ഇല്ലീഗലായി ചെയ്തു കൊടുക്കാൻ പറയും. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയാണ് അവരുടെ ഈ മീറ്റിംഗ്. മാമൻ ഈ പ്ലാസ്റ്റിക് ഡോക്ടറിനെ കണ്ട മുതൽക്ക് എന്തൊക്കെയോ പരിചയം തോന്നുന്നുണ്ട്, പക്ഷെ എത്ര ആലോചിച്ചിട്ടൊന്നും കിട്ടുമില്ല. അങ്ങനെ തല പുകഞ്ഞാലോചിച്ച് അവസാനം ഓർക്കും മാമന്റെ കൂടെ പഠിച്ച ഫ്രണ്ടിന്റെ അനിയനാണ് ഈ ഡോക്ടർ. അടുത്ത സീനിൽ ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് പ്ലാസ്റ്റിക് ഡോക്ടറുമായി ഒന്ന് മുട്ടാ മാമൻ നോക്കുമ്പോൾ ഒരു ജോക്കറാണെന്ന് വിചാരിച്ച് ഡോക്ടർ സംസാരിക്കാൻ തയ്യാറാവാതെ അവിടെ നിന്ന് പോകും. പിന്നല്ലാതെ ഇമാതിരി കോലത്തിൽ പോയി ആരാ സംസാരിക്കുന്നത്. ബാറിൽ നിന്ന് പോകാൻ നേരം മീജോങ് വന്നൊരു ബ്യൂട്ടി പാർലറിന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കും. ആ പാർലർ അത്ര ഫേമസ് ഒന്നുമല്ല, എന്നാൽ അവിടുത്തെ ഓണർ നിങ്ങളെ നാളെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറയും. അടുത്ത സീനിൽ ഹീറോ പ്ലാസ്റ്റിക് ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് ഹിസ്റ്ററി എല്ലാം മീജോങ്ങിനോട് ചോദിച്ച് മനസ്സിലാക്കും. സ്വന്തമായി ഹോസ്പിറ്റൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് പ്ലാസ്റ്റിക് ഡോക്ടർ. പുള്ളി ഫേമസ് ആയ സമയം പലർക്കും അസൂയ തുടങ്ങി. അങ്ങനെ ഏതോ ഒരുത്തൻ ഡോക്ടറിനെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിനെ വശത്താക്കി ഡോക്ടർ സർജറി ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് അനസ്തേഷ്യ മെഡിസിൻ അധികം ചെയ്യും. അത് കാരണം ആ സർജറി ഫെയിൽഡായി ഡോക്ടറുടെ ലൈസൻസും പോയി. ഈ ഡോക്ടർ പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയാണ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഗാങ്സ്റ്ററുമായി കൂട്ടുകൂടി ഇല്ലീഗൽ സർജറി ചെയ്ത് ആ കടമൊക്കെ വീട്ടാൻ ശ്രമിക്കുന്നതെന്ന് മീജോങ് പറയും. ഈ സമയം ഡോക്ടർ കടം കൊടുക്കാനുള്ള കുറച്ചു പേർക്ക് പൈസ കൊടുക്കുന്നത് ഹീറോ കാണും. അവരെ കണ്ടപാടെ അത് ഹീറോക്ക് അറിയാവുന്ന ആളാണ്. ഇവരാണോ ആളുകളെന്നും പറഞ്ഞ് എന്തൊക്കെയോ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അടുത്ത സീനിൽ മീജോങ് ഡോക്ടറിന് കൊടുത്ത പാർലറിന്റെ വിസിറ്റിംഗ് കാർഡിലെ നമ്പർ കോൺടാക്ട് ചെയ്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ പാർലറിന്റെ അതിസുന്ദരിയായ ഓണർ അവിടെ ഇരിപ്പുണ്ട്. ഇവരെ നമുക്ക് ബ്യൂട്ടി എന്ന് വിളിക്കാം. ഈ ബ്യൂട്ടി എന്തിനാ ഡോക്ടറിനെ കാണാൻ വിളിച്ചതെന്ന് വെച്ചാൽ അവരുടെ ക്ലയൻസ് ഒക്കെ VIP ടീംസ് ആണ്. സോ അതുവഴി അവർക്ക് വരുന്ന കേസുകൾ ഡോക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഇപ്പോൾ ഇവരുടെ ഉദ്ദേശം. എല്ലാവർക്കും എങ്ങനെയും പൈസ വേണം,
അതിനുള്ള ഓരോ ഉടായ്പകൾ അത് തന്നെ പരിപാടി. പക്ഷെ ഇവരെന്തൊക്കെ ഓഫർ പറഞ്ഞാലും ഡോക്ടർ സമ്മതിക്കാതെ അവിടെ നിന്ന് പോകും. ആ സമയം ഡോക്ടർ നേരത്തെ കടം പൈസ തിരിച്ചു കൊടുത്ത ആൾക്കാർ വിളിച്ച് പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്, ഉടനെ ഹോട്ടലിലേക്ക് വരാൻ പറയും. ഇവന്മാർക്ക് ഇനി എന്താടാ പറയാനുള്ളതെന്ന് ചിന്തിച്ച് ഡോക്ടറുള്ള ബിപിയും കയറി ഹോട്ടലിൽ വരും. അവിടെ കടക്കാരുടെ കൂടെ ഡോൺലി ഇരിപ്പുണ്ട്. ഷടാ അടുത്ത പണി എന്തെന്ന് ഡോക്ടർ. ഹീറോ ഡോക്ടറിനെ പിടിച്ച് അടുത്തിരുത്തി, ഇവൻ എന്റെ അനിയനാണ്, നിങ്ങൾക്ക് തരാനുള്ള പൈസ ഇവ അടുത്ത മാസം തന്നു തീർക്കും, അതുവരെ അവന്റെ സമാധാനം കളയരുത്, ഇനി അങ്ങനെ എങ്ങാനും ചെയ്ത എന്റെ തനി സ്വരൂപം നീയൊക്കെ കാണുമെന്ന് ഹീറോ പറയും. അങ്ങനെ കടത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഡോക്ടർ രക്ഷപ്പെട്ടു. പക്ഷെ അത് മാത്രമല്ല മാമൻ ചെയ്തിട്ടുള്ളത്. നോക്കുമ്പോൾ മീജോങ്ങിന്റെ പരിചയത്തിലുള്ള മെഡിക്കൽ ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറിനെ വിളിച്ച് പ്ലാസ്റ്റിക് ഡോക്ടറിന്റെ ക്യാൻസൽ ചെയ്ത ലൈസൻസ് റെഡിയാക്കി തിരിച്ചു കൊടുക്കും. ഇതൊക്കെയും കാണുമ്പോൾ ഡോക്ടറിന് ഒരു കാര്യം മനസ്സിലാവും, ഒരുത്തൻ ഇങ്ങോട്ട് വന്ന് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ആവശ്യം കാണും. അപ്പൊ തന്നെ ഹീറോയോട് എന്താ നിന്റെ ആവശ്യം എന്ന് ഡോക്ടർ ചോദിക്കും. നിങ്ങളൊരു പ്ലാസ്റ്റിക് സർജറി കിങ് ആണ്, എനിക്കാണെങ്കിൽ കുറെ കണക്ഷൻസ് ഉണ്ട്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു പ്ലാസ്റ്റിക് സർജറി ബിസിനസ് തുടങ്ങിയാലോ എന്ന് ഹീറോ ചോദിക്കും. ഡോക്ടർ കുറെ ആലോചിച്ച് ഹീറോ ആള് കൊള്ളാം, അത്ര ഹെൽപ്പ് ചെയ്തില്ല, അതും ചോദിക്കാതെ. പിന്നെ ഹീറോ പറഞ്ഞത് അടിപൊളി പ്ലാനിങ് ആണ്, സോ ഡോക്ടർ അതിനെ സമ്മതിക്കും. പക്ഷെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പറ്റില്ല, അതിന് ഹെഡായ ഒരു ഡോക്ടർ വേണം, ചെയർമാന്റെ പെർമിഷൻ വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അതെല്ലാം നിസ്സാരം എന്ന് പറഞ്ഞ് മാമ നേരെ ഗാങ്സ്റ്ററിനെ കാണാൻ വരും. അയാളോട് കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളിക്ക് മറുത്തൊന്നും പറയാൻ കഴിയില്ല. ഈ ഗാങ്സ്റ്റർ ഫ്രണ്ട് എന്തോ ഹീറോ പറയുന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്, അതെന്താന്ന് നമുക്കറിയില്ല, ചിലപ്പോൾ കുഞ്ഞിലെ തൊട്ടുള്ള ഫ്രണ്ട് ആയതുകൊണ്ടാവാം. ഗാങ്സ്റ്റർ ആദ്യം കണ്ട ഒരു ഹെഡ് ജാങ് ഡോക്ടറിനെ വിളിച്ച് ഉള്ള കാര്യങ്ങൾ പറയും. എന്നാൽ ആ ഹെഡ് ഡോക്ടർ ഇതിനൊന്നും സമ്മതിക്കില്ല. ഹീറോ എങ്ങനെയാലും അയാളെയും പരിധിക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ജാങ് ഡോക്ടർ ചെയ്ത ഒരു പ്ലാസ്റ്റിക് സർജറി ഫെയിൽഡ് ആയ വിവരം ഹീറോ അറിയുന്നത്. ആ ക്ലയൻസിന്റെ മുഖമൊക്കെയും വികൃതമായി പോയിട്ടുണ്ട്. എന്നാൽ ഇവർ നമ്മുടെ മീജോങ്ങിന്റെ ക്ലയൻസും ആണ്. ഇതെല്ലാം കൂടി അറിയുമ്പോൾ നമ്മുടെ മാമന് ഭയങ്കര സന്തോഷം. ഹീറോ ഈ ക്ലയൻസിനൊക്കെ അവിടെ കൊണ്ടുവന്ന് വലിയൊരു പ്രശ്നമാക്കും. എന്നിട്ട് മീജോങ്ങിനോട് പറയും, ഇവർ ഇവിടെ എങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല, നിന്റെ ക്ലയൻസ് ആണ്, ഈ കാര്യങ്ങൾ നീ മീഡിയയുടെ മുന്നിൽ കൊണ്ടുപോവാ, ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പെണ്ണിനെ എരിപിരി കയറ്റി. മറ്റൊന്നും നോക്കാതെ മീജോങ് ഈ ആൾക്കാരെയും കൂട്ടി ഹോസ്പിറ്റലിന് മുന്നിൽ വലിയൊരു പ്രക്ഷോഭം തന്നെ ഉണ്ടാക്കും. വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം പുറലോകം അറിഞ്ഞ് ജാങ് ഡോക്ടറിന്റെ ലൈസൻസ് മെഡിക്കൽ ബോർഡ് ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ ഡോൺലി മാമൻ എന്താണോ വിചാരിച്ചത് അത് തന്നെ സംഭവിച്ചു. അടുത്ത സീനിൽ ഗാങ്സ്റ്ററിനെ വിളിച്ച്, ആ ഹെഡ് ഡോക്ടർ പോട്ടെ, നമ്മുടെ കയ്യിൽ തങ്കം പോലും ഒരു ഡോക്ടർ ഉണ്ടല്ലോ, നമുക്ക് അവനെ തന്നെ ഹെഡാക്കാം, നീ ഈ കാര്യങ്ങളൊക്കെയും ചെയർമാനോട് പറഞ്ഞ് പെർമിഷൻ മേടിച്ചു തന്നാൽ മതി, പുതിയൊരു ബിസിനസ്സിൽ അലമ്പായി അവൻ വരുന്നതിനേക്കാളും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന പ്ലാസ്റ്റിക് ഡോക്ടറാണ് നല്ലതെന്ന് ഹീറോ പറയും. അങ്ങനെ ചെയർമാനെയും വശത്താക്കി സ്വപ്നം പോലൊരു ഹോസ്പിറ്റലും നമ്മുടെ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യും. ഹീറോ ഈ ബിസിനസ് നിസ്സാരം പോലെ തുടങ്ങിയതല്ല, കുറെ നാളത്തെ വ്യക്തമായ പ്ലാനോട് കൂടിയാണ് എല്ലാം ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ ഹീറോയ്ക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർക്ക് ഫ്രീ ആയി സർജറി ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവർ സർജറി ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു, ചെയ്ത ശേഷം എങ്ങനെയായി എന്നൊക്കെ ഫോട്ടോ എടുത്ത് പോസ്റ്റർ അടിച്ച് ആ നാട് മൊത്തം പബ്ലിഷ് ചെയ്യും. ഇത് കണ്ട് ഹോസ്പിറ്റലിൽ ആൾക്കാർ കുന്നുകൂടി തുടങ്ങി. ഇപ്പൊ നമ്മുടെ ഡോക്ടറിന് ഇതെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. ഹീറോ ഇത് കണ്ട് മീജോങ്ങിനോട് കാര്യം പറഞ്ഞ് ബിസിനസ് നടത്താൻ അറിയാവുന്ന 5 പേരെ ഹീറോക്ക് റെഡിയാക്കി കൊടുക്കും. പല ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ആയി ആളുകളെ വലവീശി പിടിച്ച് ബിസിനസ് വലുതാക്കി കൊണ്ടുപോവാണ് നമ്മുടെ ആൾക്കാർ. അങ്ങനെ നല്ല രീതിക്ക് പോകുമ്പോൾ എന്തായാലും ആരെങ്കിലും ഒക്കെ പണി കൊടുക്കുമല്ലോ. ആ ഒരു കാര്യത്തിലെങ്കിലും ലോകമെമ്പാടും ഒരുപോലെ തന്നെ അതിൽ സന്തോഷം. ഒരു ദിവസം 2 പോലീസുകാർ ഹോസ്പിറ്റലിൽ വരും. സംഭവം എന്താന്ന് വെച്ചാൽ ഹീറോ നേരത്തെ പണി കളഞ്ഞ ഡോക്ടർ ജാങ് അയാളിപ്പോ ഹീറോയുടെ പല കാര്യങ്ങളും കണ്ടുപിടിച്ച് ഹീറോക്കിട്ട് പണി കൊടുത്തു. അതെന്താന്ന് വെച്ചാൽ ഹീറോ നമ്മുടെ ഡോക്ടറിന് റെഡിയാക്കി കൊടുത്ത മെഡിക്കൽ ലൈസൻസ് അതൊരു അടിപൊളി ഫേക്ക് ലൈസൻസ് ആയിരുന്നു. ആ കാര്യം ഈ ജാങ് ഡോക്ടർ അറിഞ്ഞ് ഹീറോക്ക് ഒരു ജിമിട്ട് പണി കൊടുത്തു. ഇതിപ്പോ ഗാങ്സ്റ്റർ അറിഞ്ഞിട്ടുണ്ട്, ഇനി ചെയർമാൻ അറിഞ്ഞാൽ എല്ലാം തീർന്നു. അടുത്ത സീനിൽ നമ്മുടെ ആൾക്കാർ ഇതിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. ഇപ്പോ വന്നത് ചെറിയ പോസ്റ്റിലുള്ള പോലീസുകാരാണ്. ഇവരുടെ മേലെ വിളിച്ച ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഡോക്ടർ പറയും. അങ്ങനെ ഹീറോയിൻ ഡോക്ടർ നേരത്തെ നമ്മൾ കണ്ട ബ്യൂട്ടി അവരെ കാണാൻ അവരുടെ അടുത്ത് വരും. അവരുടെ ക്ലയൻസ് ഒക്കെ ടോപ്പ് ആൾക്കാരായതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും സഹായം കിട്ടിയാലോ എന്ന് ഓർത്തു. ഇവരാണെങ്കിൽ ഇങ്ങനെ ഒരു വരവ് കാത്തിരുന്ന പോലെ. ഇതൊക്കെയും കേട്ട് അവരുടെ കയ്യിലെ ഒരു മെഡിസിൻ അവർക്ക് മുന്നിൽ വെച്ച്, ഇത് നിങ്ങളുടെ ഹോസ്പിറ്റൽ വഴി വിറ്റ് അതിന്റെ 50% ലാഭം എനിക്ക് തരുവാണെങ്കിൽ പോലീസിനോട് സംസാരിച്ച് ഈ പ്രശ്നം ഒതുക്കി തീർക്കാമെന്ന് അവർ പറയും. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ അതിന് സമ്മതിക്കും. വിചാരിച്ച പോലെയല്ല, ആ മെഡിസിൻ ഒടുക്കത്തെ സെയിൽ, പൈസ ചാക്ക് കണക്കിനാണ് വന്ന് കൂടുന്നത്. ഹീറോ കിട്ടിയ ലാഭമൊക്കെ പുള്ളിയുടെ സീക്രട്ട് ലോക്കറിൽ കൊണ്ട് വെക്കുന്നുണ്ട്. അടുത്ത സീനിലാണ് നമ്മൾ ഇത്രയും പറഞ്ഞ ചെയർമാന്റെ എൻട്രി. പുള്ളി ചൈനയിൽ നിന്ന് കൊറിയയിലേക്ക് ഒരു മീറ്റിംഗിന് വന്നതാണ്. ഇവിടെ ഗാങ്സ്റ്ററിനെ മാത്രമേ പുള്ളിക്ക് അറിയൂ. സോ ഗാങ്സ്റ്റർ ഹീറോനെയും കൂട്ടരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞ് ഇവർക്ക് 15 ഫ്ലോറുള്ള ഒരു ഹോസ്പിറ്റൽ സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ആ കാര്യവും ചെയർമാനോട് പറഞ്ഞ് സമ്മതിച്ച് നമ്മുടെ ആൾക്കാർ 15 ഫ്ലോറുള്ള ഒരു ഹോസ്പിറ്റൽ കൂടി റെഡിയാക്കും. പിന്നെ ബിസിനസ് കിങ് ഡോൺലി മാമന്റെ തലയിൽ ഉദിക്കുന്ന എല്ലാ ബുദ്ധിയും ഉപയോഗിച്ച് ചെയ്യാവുന്ന പരസ്യം എല്ലാം ഉണ്ടാക്കി ഓഫറും കൊടുത്ത് അത് വലിയ നിലയ്ക്ക് കൊണ്ടുവരും. ഇപ്പൊ നമ്മുടെ ഡോക്ടർ വീണ്ടും പഴയതുപോലെ പ്രശസ്തനായി വരും. അതിനിടയ്ക്കാണ് ഹീറോയുടെയും ഡോക്ടറിന്റെ ഇടയിൽ ഒരു ചെറിയ വിള്ളൽ ഉണ്ടാവുന്നത്. ഒരു ഇന്റർവ്യൂവിൽ ഡോക്ടറിനോട് നിങ്ങൾ എങ്ങനെ ഇത്ര പോപ്പുലർ ആയി എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കൽ പോലും നമ്മുടെ മാമന്റെ പേര് ഡോക്ടർ പറയില്ല. ഇത് കേൾക്കുമ്പോൾ മാമന് ചെറുതായി ഫീൽ ആവുന്നുണ്ട്, എങ്കിൽ അത് പുറത്ത് കാണിക്കില്ല. അടുത്ത സീനിൽ ഹീറോ ചെയർമാൻ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുവന്ന്, ഇവിടെയാണ് ഇനി നമ്മുടെ 25 നില
ഹോസ്പിറ്റൽ വരാൻ പോകുന്നത്. ഇത് ഗവൺമെന്റ് സ്ഥലമാണ്, പക്ഷെ കുഴപ്പമില്ല, ഇവിടുത്തെ കളക്ടർ എന്റെ ഫ്രണ്ടാണ്, അവനെല്ലാം ശരിയാക്കി തരാം, ഒന്നും പേടിക്കണ്ട, പൈസ ഇറക്കിയാൽ മാത്രം മതി എന്ന് ഹീറോ പറയും. ഇവിടെ ഡോക്ടർ ഇന്റർവ്യൂ ഒക്കെയും കഴിഞ്ഞ് റൂമിൽ വരുമ്പോൾ 25 നില ഹോസ്പിറ്റൽ പ്ലാൻ അവിടെ ഇരിക്കുന്നത് കാണും. ഇത് കണ്ട് നീ എന്നോട് പറയാതെ ഓരോന്ന് ചെയ്തു തുടങ്ങി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് ഒറ്റയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ ചെയർമാൻ എല്ലാം കേട്ട് കഴിഞ്ഞ് 25 നില ഹോസ്പിറ്റലിന് അയാളുടെ മരുമകനെ ഹെഡാക്കാം, ഡോക്ടറിനെ അസിസ്റ്റന്റ് ആക്കാം എന്ന് പറയും. ഹീറോ ഇത് കേട്ടിട്ട് ഇടി വീണ അവസ്ഥ. വേറെ ഒന്നും ചെയർമാനോട് പറയാൻ പറ്റില്ലല്ലോ. സോ അവിടെ നിന്ന് ഇത് സമ്മതിച്ച് ഈ കാര്യം ഡോക്ടറിനെ അറിയിക്കാൻ വരുമ്പോൾ ഡോക്ടർ ഇപ്പൊ തന്നെ കലിപ്പിലാണ്. ഇതും കൂടി കേൾക്കുമ്പോൾ നീയൊക്കെ എന്നെ വലിച്ച് താഴെയിടാൻ നോക്കുവാണോ ചോദിച്ചു മാമനുമായി ഉന്തും തള്ളുവാവും. ദേഹം നന്താൻ പിന്നെ മാമനെ പിടിച്ചാൽ കിട്ടൂല. സോ മാമൻ പറയുന്നുണ്ട് മിണ്ടാതിരുന്ന നിനക്ക് കൊള്ളാം. എന്തൊക്കെ പറഞ്ഞിട്ടും ഡോക്ടർ മിണ്ടാതിരിക്കില്ല. കൊടുക്കു ഒരടിച്ച് ഇളക്കി കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ ഡോക്ടർ നല്ല കുട്ടിയായി. എന്നിട്ട് ഹീറോ പറയും, ഈ ഹെഡിലും അസിസ്റ്റന്റിലും വലിയ വ്യത്യാസമൊന്നും ഇല്ലടാ തണ്ടി, നമ്മുടെ ജോലി നമ്മൾ മര്യാദയ്ക്ക് ചെയ്താൽ നമുക്കുള്ള വരുമാനം വരും. പക്ഷെ മാമൻ എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടറിന്റെ മനസ്സിൽ ഒരു വിള്ളൽ വീണിട്ടുണ്ട്. അതിനുശേഷം ഹീറോ എപ്പോഴൊക്കെ വന്ന് സംസാരിച്ചാലും ഡോക്ടർ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അപ്പോഴാണ് ഹീറോയുടെ കളക്ടർ ഫ്രണ്ട് വിളിച്ച്, അളിയാ മൂഞ്ചി, ഞാൻ മാത്രം വിചാരിച്ച സ്ഥലം റെഡിയാക്കാൻ പറ്റൂല, ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല, നീ ആ പ്ലാൻ ഒഴിവാക്കിയേക്കെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. ഹീറോ കളക്ടറിനെ നേരിട്ട് കാണാൻ വരുമ്പോൾ ഗാങ്സ്റ്റർ കളക്ടറിനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. അവരെ ഫോളോ ചെയ്ത് ഹീറോ വരുമ്പോൾ അവർ ഒരു ഹോട്ടലിലേക്കാണ് വന്നത്. ഇതെന്താണ് ഇവർ തമ്മിൽ ഒരു ഡീല്? അതറിയാൻ ഹീറോ ശ്രമിക്കുമ്പോഴാണ് അടുത്ത പണി. ബ്യൂട്ടി ലേഡി വിൽക്കാൻ കൊടുത്ത മെഡിസിൻ അനുമതിയില്ലാത്ത സാധനമാണെന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചെടുത്ത് ഇപ്പൊ ഹോസ്പിറ്റലിലും മരുന്നൊക്കെ സീൽ ചെയ്തു. ഇവിടെ നിന്ന് എവിടെയൊക്കെയാണ് മരുന്ന് സെയിൽ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ ചെക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട്. ഈ ന്യൂസ് ഡോക്ടറും ഹീറോയും കാണുന്നുണ്ട്. അതേസമയം ഡോക്ടറിനെ ആരോ വിളിക്കുന്നുണ്ട്. ഡോക്ടർ ഒരിടത്ത് വന്ന് മറ്റൊരു കാറിൽ കയറി ഇതിനെന്താ ചെയ്യാന്നൊക്കെ ആരോടോ ചോദിക്കും. അതാരാന്ന് നമുക്ക് ഇപ്പൊ അറിയില്ല. ഇവിടെ മാമൻ ഗാങ്സ്റ്ററിനെ പിടിച്ചോണ്ട് വന്ന് കുത്തിനു പിടിച്ച് ഒരു പൂച്ചട്ടിയും എടുത്ത് മണ്ടയ്ക്ക് അടിക്കാൻ കണക്കിന് നിർത്തി. നിന്നെയും കളക്ടറിനെ ഞാൻ ഒരുമിച്ച് കണ്ട് അന്ന് തന്നെ മരുന്നിന്റെ കാര്യം പുറത്തായി, സ്ഥലവും പോയി, നീയല്ല ഇതിന്റെ പിന്നിലെന്ന് ഹീറോ ചോദിക്കും. ഇവിടെ ഡോക്ടർ കാറിൽ കയറി സംസാരിക്കുന്ന ആരെന്ന് വെച്ചാൽ ആ ബ്യൂട്ടി ലേഡിയാണ്. അവരോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഹീറോ നിനക്കിട്ട് തന്ന പണിയാണിത്, എന്റെ അടുത്തുനിന്ന് നീയാണ് മരുന്ന് വാങ്ങിയത്, നീ ജയിലിൽ പോകും, ബാക്കിയെല്ലാം അവന് സ്വന്തം, സോ ഇതെല്ലാം അവന്റെ ബുദ്ധിയാണെന്ന് ബ്യൂട്ടി പറയും. നീ പേടിക്കണ്ട, എന്റെ കയ്യിൽ നിന്ന് ഈ മരുന്ന് വാങ്ങിയത് ഹീറോ ആണല്ലോ, അവൻ ഓരോ തവണയും വരുമ്പോഴും സൈൻ ചെയ്യാറുണ്ട്, സോ ആ ബുക്ക് അവന്റെ കയ്യിലുണ്ടാവും, നീ അതെനിക്കൊന്ന് എടുത്ത് തന്നാൽ മതി, പിന്നെ അവനെ പൂട്ടി ഈ ബിസിനസ് നമുക്ക് അതിമനോഹരമായി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ബ്യൂട്ടി ഡോക്ടറിനെ നല്ലപോലെ ഇളക്കുന്നുണ്ട്. ഇവിടെ മാമൻ ഗാങ്സ്റ്ററിനോട് ചോദിക്കുമ്പോൾ, എടാ പൊട്ടാ, നിന്നെ കുടിക്കാൻ ഞാനും കുടുങ്ങില്ലേ, പിന്നെ എനിക്കും വരുമാനം വരില്ല, സോ ഇത് ഞാൻ ചെയ്തതല്ല, നിന്റെ ആ കൂട്ടുകാരൻ ഡോക്ടർ ആവാനാണ് ചാൻസ്, കാരണം നീയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ നിന്നെ കൊടുക്കാൻ എളുപ്പമായില്ലേ, പിന്നെ ഇതിന്റെ എല്ലാം അവകാശം അവനാണ്. ഇപ്പൊ രണ്ടിടത്തും രണ്ടുപേരും നല്ലപോലെ വിഷം കുത്തി വെക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഡോക്ടറും ഹീറോയും ഹോസ്പിറ്റലിൽ വരുമ്പോൾ കണ്ടുമുട്ടും. എന്നാൽ അവർ പരസ്പരം ഒന്നും സംസാരിക്കില്ല. ഒന്നും സംസാരിക്കാതെ ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഡോക്ടർ ഹീറോയുടെ റൂമിൽ കയറി ബ്യൂട്ടി പറഞ്ഞ ആ സൈൻ ചെയ്ത ബുക്ക് അന്വേഷിക്കാൻ തുടങ്ങും. കുറച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് പോയ ഹീറോ എന്തോ ഓർത്ത് റൂമിലേക്ക് തിരിച്ചു വരും. ഹീറോയുടെ കയ്യിലെങ്ങാനും ഡോക്ടറിനെ കിട്ടിയോ അവ എടുത്ത് ഭിത്തിയിലൊട്ടിക്കും. അതറിയാവുന്നതുകൊണ്ട് തന്നെ ഡോക്ടർ അവിടെ ഒരു തൂണിന് പില്ല് മറഞ്ഞു എന്ന് ഒടുക്കത്തെ പ്രാർത്ഥന. ഹീറോ റൂമിൽ വന്ന് അതിനകത്ത് തന്നെ പാസ്വേഡ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത ഒരു സീക്രട്ട് റൂമും ഉണ്ട്. അത് തുറന്ന് അകത്തുനിന്ന് കുറച്ച് പണം എടുത്ത് ബാഗിൽ വെച്ച് അവിടെ നിന്ന് പോകും. ഡോക്ടർ വന്ന് റൂം തുറക്കാൻ പാസ്വേഡ് അടിക്കുമ്പോൾ അതെല്ലാം തെറ്റാണ്. ഡോക്ടർ ആ പാസ്വേഡ് കിട്ടാൻ വേണ്ടി തലപുകഞ്ഞ് ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഹീറോ ലിഫ്റ്റിൽ കയറുമ്പോൾ കാറിന്റെ കീ എടുത്തില്ല എന്നുള്ള ഓർമ്മ വരുന്നത്. സോ അതെടുക്കാൻ ഹീറോ തിരിച്ചു വരും. ഡോക്ടർ ഇതൊന്നും അറിയാതെ പാസ്വേഡ് തപ്പുമ്പോൾ ഹീറോ പണ്ട് സ്കൂളിൽ നിന്നെടുത്ത ഫോട്ടോ കാണും. അതിലൊരു ഡേറ്റും ഉണ്ട്, 8-ാം മാസം 8-ാം തീയതി. ഡോക്ടർ അതിൽ കണ്ട നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ ഡോർ തുറക്കും. അപ്പോൾ ഡോക്ടറിന്റെ കണ്ണ് തള്ളിപ്പോകും. അതിനകത്ത് കെട്ടുകണക്കിന് നിറയെ പണം. ഇതൊക്കെ എന്നെ പറ്റിച്ച് നീ ഉണ്ടാക്കിയതാണല്ലേ എന്നൊക്കെയും പറഞ്ഞ് ഡോക്ടർ വന്ന ആവശ്യം എന്താണോ അതും എടുത്ത് ഹീറോ റൂമിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ അവിടെ നിന്ന് പുറത്തു പോകും. അത് കഴിഞ്ഞ് ഡോക്ടറും ബ്യൂട്ടിയും ഹീറോനെ കൊടുക്കാനുള്ള പ്ലാൻ റെഡിയാക്കുന്നു. ഇവിടെ ഹീറോയും മീജോങ്ങും ഒരു അമ്മച്ചിയുമായി ഡോക്ടറിനെ കൊടുക്കാനുള്ള പ്ലാൻ റെഡിയാക്കുന്നു. അമ്മച്ചിയോട് ഹീറോ ചോദിക്കും, എന്താ ഡോക്ടറിനെ കൊടുക്കാൻ ഒരു വഴിയെന്ന്. അമ്മച്ചിക്ക് കാഞ്ഞ ബുദ്ധിയാണ്. ഡോക്ടറിന്റെ ലൈസൻസ് നേരത്തെ തന്നെ കട്ടായതല്ലേ. അതുകൂടാതെ ഡോക്ടർ സർജറി ചെയ്ത പെണ്ണിനെ വിളിച്ച് ഈ സർജറി കാരണം അവർക്ക് സൈഡ് എഫക്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം തനിയെ നടന്നോളൂ എന്ന് പറയും. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ഹീറോയ്ക്ക് താല്പര്യമില്ല. കാരണം കുറച്ചു നാളത്തേക്ക് ഡോക്ടറിനെ ഒന്ന് തടഞ്ഞാൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ കേസ് തന്നെയാവും. സോ അത് വേണ്ടെന്ന് ഹീറോ പറയും. ഈ സമയം ഗാങ്സ്റ്റർ ഹീറോയ്ക്ക് ഒരു ഫോട്ടോ മെസ്സേജ് അയക്കും. ഡോക്ടറും ബ്യൂട്ടിയും തമ്മിൽ കാറിനകത്തിരുന്ന് പ്ലാൻ ചെയ്യുന്നത്. നിന്നെ പൂട്ടാൻ അവർ കളം ഒരുക്കി കഴിഞ്ഞു, ഇപ്പൊ എന്തേലും ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ഉള്ള കിടക്കാം. ഹീറോ വേറൊന്നും നോക്കില്ല, അമ്മച്ചി പറഞ്ഞ പ്ലാൻ സമ്മതിക്കും. ഡോക്ടർ തിരിച്ച് ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കും ഹീറോ പണി കൊടുത്തു. അവിടെ നിറച്ചും ടിവിക്കാരും പത്രക്കാരും ഒക്കെയാണ്. ഡോക്ടർ ജീവനും കൊണ്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ റൂമിൽ വരും. ഇതിനിടയ്ക്ക് ഹീറോയുടെ വീട് ജപ്തി ചെയ്യുന്ന സമയം ഹീറോ പകുതി പണം അടച്ച് ബാക്കി ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അവിടെ നിന്ന് ബാങ്കുകാർ വിളിച്ച് പൈസ അടയ്ക്കാൻ പ്രഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ 2 പോലീസുകാർ ഹീറോനെ പിടിക്കാൻ വളയും. എന്റെ വീട് ഇപ്പൊ ജപ്തിയിലാണ്, അതൊന്ന് റെഡിയാക്കിയിട്ട് നിങ്ങൾ പറയുന്ന എവിടെ വേണമെങ്കിലും ഞാൻ വരാമെന്ന് ഹീറോ പറയും. പക്ഷെ ഇതൊന്നും ആ പോലീസുകാർ കേൾക്കില്ല. പിന്നെ വേറെ വഴിയില്ല, 2 കൊടുക്കും 2 പോലീസിന്. അത് കഴിഞ്ഞ് അവിടെ കാറും എടുത്ത് പോകുന്ന വഴിയിൽ ഹീറോ എന്തൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നെ പൂട്ടാൻ ഡോക്ടർ ശ്രമിച്ചു, അവനെ പൂട്ടാൻ ഞാനും ശ്രമിച്ചു,
അപ്പൊ അതിനിടയ്ക്ക് ഈ പോലീസ് വന്നത് എവിടെന്നാ? അപ്പോഴാണ് ഹീറോ ഓർക്കുന്നത് അന്ന് ഗാങ്സ്റ്ററും കളക്ടറും മീറ്റ് ചെയ്ത സമയം അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് കണ്ടുപിടിച്ച ഇതിന്റെ പിന്നിൽ ആരാണെന്ന് മനസ്സിലാവും. ഹീറോ ആ ഹോട്ടലിൽ വന്ന് പോലീസ് ആണെന്ന് പറഞ്ഞ് അവിടുത്തെ CCTV വിഷ്വൽ ചെക്ക് ചെയ്യും. അത് കാണുമ്പോൾ തന്നെ ഗുണ്ടുമാമൻ ഞെട്ടിപ്പോകും. ഇവർ മീറ്റ് ചെയ്ത ആൾക്കാർ ആ ബ്യൂട്ടി ലേഡിയും പിന്നെ ഹീറോയുടെ കൂടെ നിന്ന് മീജോങ്ങിനെയാണ്. അപ്പൊ ഇവർ 3 പേരും കൂടെയാണ് നമ്മുടെ ആൾക്കാരെ പരസ്പരം ശത്രുക്കളാക്കി ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഈ കാര്യം ഹീറോ മനസ്സിലാക്കി. ഇത് ഡോക്ടറിന് അറിയില്ല. ഡോക്ടർ ആ ബ്യൂട്ടിയെ വിളിച്ച് ഇനി എന്താ ചെയ്യേണ്ടെന്ന് ചോദിക്കുമ്പോൾ നീ പൊട്ടനാണോ അതോ അഭിനയിക്കുന്നതാണോ? ഇങ്ങനെ ആരെന്ത് പറഞ്ഞാലും ചെയ്യാൻ നിൽക്കുന്ന ഒരു മണ്ടനാണോ നീ? ഇനി നീ ഈ ജോലി അങ്ങ് മറന്നേക്കുന്ന ബ്യൂട്ടി പറയും. ഹീറോ ഇവിടെ ഗാങ്സ്റ്ററിനെ അന്വേഷിച്ച് പിടിച്ച് നിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നിട്ടടാ നീ എനിക്കിട്ട് പണിയാൻ തുടങ്ങിയത്. അവന്റെ മുഖത്ത് തന്നെ കൊടുക്കിട്ടി. അവനെ ഇടിച്ച് പരുവാക്കി കഴിഞ്ഞ് ബാക്കി ഞാൻ നിനക്ക് തരാം, പൈസ അടച്ചില്ലെങ്കിൽ എന്റെ വീടിന്ന് ജപ്തിയാകും, അതൊന്ന് റെഡി ആക്കിയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഹീറോ പണം എടുക്കാൻ വരും. അവിടെ വരുമ്പോൾ അവിടെ എല്ലാവരും പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. അത് ആരാന്ന് നോക്കുമ്പോൾ ലൈറ്ററും പിടിച്ച് ആ പണമെല്ലാം കത്തിക്കാൻ ഡോക്ടർ നിൽക്കുന്നുണ്ട്. ഹീറോ ഇത് കൊണ്ട് എന്റെ തമ്പി നീ ഇതെന്ത് കാണിക്കാൻ പോവാ? നിന്നെ കുടിക്കിയത് ഞാനല്ല, നമ്മളെ രണ്ടുപേരെയും കൊടുക്കാൻ നോക്കിയത് ഇവരൊക്കെയാണെന്ന് പറഞ്ഞാൽ CCTV വിഷ്വൽ ഡോക്ടറിനെ കാണിക്കും. ഇനിയും നീ ഇതെല്ലാം കത്തിച്ചാൽ പിന്നെ അവർ എന്താണോ വിചാരിച്ചത് അത് തന്നെ നടക്കും. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ നിന്റെ ചേട്ടനായിട്ട് നീ എന്നെ കണ്ട് ഞാൻ പറയുന്ന നീ കേൾക്ക്. ഈ പണം വെച്ച് നമുക്ക് എല്ലാം ഒതുക്കി തീർത്ത് പുതിയൊരു ബിസിനസ് നമുക്ക് തുടങ്ങാം. ഇപ്പൊ എന്റെ വീട് ജപ്തിയിലാണ്, അതിനുള്ള കുറച്ച് പണം ഞാൻ എടുക്കട്ടെ എന്ന് ഹീറോ പറയുമ്പോൾ ഡോക്ടർ ഇതെല്ലാം കേട്ട് കൺവിൻസ് ആവും. ഡോക്ടർ കയ്യിൽ കത്തിച്ച് വെച്ചിരുന്ന ലൈറ്റർ അറിയാതെ താഴേക്ക് വീഴും. ഉടനെ തന്നെ വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവും. ഹീറോ ഓൾറെഡി അകത്ത് സിലിണ്ടർ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും 3/4 ഭാഗം പണവും കത്തിച്ചാമ്പലാവും. ബാക്കി കിട്ടിയ പണവും എടുത്ത് ഹീറോ പോകാൻ നോക്കുമ്പോൾ ഡോക്ടർ ബോധം പോയി അവിടെ കിടക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഡോക്ടറിനെ അവിടെ ഇട്ടിട്ട് പോകാൻ മനസ്സ് വരില്ല. 2 കൈയിലും വായിലും ബാഗ് കടിച്ചു പിടിച്ച് തോളി ഡോക്ടറിനെ എടുത്ത് പുറത്തേക്ക് ഒരു വരവുണ്ട്. എന്റെ മോനെ ഒന്നും പറയാനില്ല. പക്ഷെ താഴെ എത്തുമ്പോൾ ഹീറോയുടെ ബോധം പോയി അവിടെ വീഴും. പുറത്തു നിന്ന പോലീസ് ഡോക്ടറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. എല്ലാം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം പുറത്തു വന്ന ഡോക്ടർ നോക്കുമ്പോൾ സിറ്റിയിലെ മുക്കിലും മൂലയിലും ഇപ്പോൾ ഹോസ്പിറ്റൽസ് ആണ്. അങ്ങനെ ഡോക്ടർ ഒരു ഹോട്ടലിൽ വരുമ്പോൾ അവിടെ നമ്മുടെ മാമനും വരും. മുടിയൊക്കെ കളർ മാറ്റി വേറെ ലുക്കിൽ. ഇവരെ കുടുക്കിയവരെ എല്ലാം ഹീറോ ഓരോ പണി കൊടുത്ത് അകത്താക്കിയിട്ടുണ്ട്. അന്നത്തെ ബ്ലാസ്റ്റിൽ നിന്ന് ഹീറോ ആണല്ലോ ഡോക്ടറിനെ രക്ഷിച്ചത്. സോ അതിനുള്ള നന്ദിയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ഹീറോ വിടാതെ പുറകെ വന്ന് പിടിക്കും. എന്റെ തമ്പിക്കുട്ട നീ ഈ പ്ലാസ്റ്റിക് സർജറി കാര്യമെല്ലാം മറന്നേക്ക്, എന്റെ കയ്യിൽ വേറെയും കുറച്ച് പ്ലാൻസ് ഉണ്ട്, നമുക്ക് അത് വെച്ചൊരു ബിസിനസ് തുടങ്ങാമെന്ന് ഹീറോ പറയുമ്പോൾ എന്റെ പൊന്നെ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഉടനെ തന്നെ വീണ്ടും അകത്താക്കാനുള്ള പ്ലാനാണോ നിന്റെ കയ്യിലുള്ളതെന്ന് ഡോക്ടർ ചോദിക്കുന്ന സമയം ദിസ് മൂവീസ് എൻഡ്. എപ്പോഴും ഡോൺലിയുടെ അടി ഇടി സിനിമ അല്ലാതെ ഇങ്ങനെയും കുറച്ച് സിനിമകളുണ്ട്. കോമഡി, ഫീൽ ഗുഡ് ഒക്കെ നിറഞ്ഞ അടിപൊളി സിനിമകൾ. എന്തായാലും മാമന്റെ വ്യത്യസ്തമായ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ സിനിമയെക്കുറിച്ചും എന്റെ എക്സ്പ്ലനേഷനെ കുറിച്ചും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കൂ. അതുകൂടാതെ ഇങ്ങനത്തെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി സുൽത്താൻ ക്രിയേഷൻസിൽ നമുക്ക് വീണ്ടും കാണാം.